ഹലോ ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നോ? പിന്നെ ഞാനിന്ന് എന്നോട് ഒരുപാട് പേര് ചോദിച്ചു, ചേച്ചി വളം നമുക്ക് വീട്ടിൽ തന്നെ എങ്ങനെ ഉണ്ടാക്കാം, NPK ഒന്നും വാങ്ങിക്കാൻ പറ്റുന്നില്ല, വീട്ടിൽ തന്നെ ഓർഗാനിക് ആയിട്ടുള്ള ഒരു വളം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചെയ്യുമോ എന്ന് ചോദിച്ചു എനിക്ക് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു, ഞാൻ ചെടികൾക്ക് കൊടുക്കുന്ന ഒരു ഓർഗാനിക് വളമുണ്ട്. എൻ്റെ വീഡിയോസ് ഓൾറെഡി കാണുന്ന എല്ലാവർക്കും അറിയാം, നമ്മൾ ചാണകപ്പൊടിയും ഓർഗാനിക് കാര്യങ്ങളും മാത്രം വെച്ച് കൃഷി ചെയ്യുകയും പച്ചക്കറി ഉണ്ടാക്കുകയൊക്കെ ചെയ്യുന്ന ഒരാളാണ് ഞാനും എൻ്റെ ഫാമിലിയും ഓർഗാനിക് പരമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഫോളോ ചെയ്യുന്ന ഒരു ആൾക്കാരാണ് കേട്ടോ. നമ്മൾ കപ്പയും ഒരുപാട് പച്ചക്കറിയൊക്കെ ഉണ്ടാക്കും, വീട്ടിൽ കുറച്ച് സ്ഥലമൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഓർഗാനിക്കായിട്ട് ഇങ്ങനെ പോകുന്ന ഒരു ലൈഫ് സ്റ്റൈലാണ് കേട്ടോ. നമ്മളൊരു നാട്ടുപുറത്തുമാണ് താമസിക്കുന്നത്. എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണോ കാണുന്നത്? അങ്ങനെയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോ നിങ്ങളിലേക്ക് പെട്ടെന്ന് എത്തും. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ, എന്താണ് ചെയ്യേണ്ടത്, അടുത്തായിട്ട് ഇതിനെപ്പറ്റി അറിയേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ മെസ്സേജ് ചെയ്യുക കേട്ടോ. അങ്ങനെയാണെങ്കിൽ ഞാൻ അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ അടുത്തടുത്ത വീഡിയോകളിൽ പറയുകയും പിന്നെ ഒരു വീഡിയോ ചെയ്യുകയാണെങ്കിൽ ഞാൻ ആ ടോപ്പിക്ക് വെച്ച് വീഡിയോയും ചെയ്യുക കേട്ടോ. അപ്പം ഞാനിന്ന് കാണിച്ചു തരുന്നത് എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവുന്ന ഒരു സാധനമാണ്. പച്ചക്കറി കൂട്ടുന്ന എല്ലാവരും, പച്ചക്കറി മാത്രമല്ല നോൺ വെജ് എല്ലാ വീട്ടിലും ഉണ്ടാവുന്ന സാധനമാണ് ഉള്ളി. ഇത് നമുക്ക് വലിയ ഉള്ളിയും ചെറിയ ഉള്ളിയും എടുക്കട്ടെ, ഏത് ഉള്ളിയുടെ തോലാണെങ്കിലും എടുക്കുക. ഓനിയൻ പീലാണ്, അത് വെച്ചിട്ടുള്ള ഒരു ഫെർട്ടിലൈസറാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ അത് 2-3 തരത്തിൽ ചെയ്യാം. ഞാൻ ഒരു ടൈപ്പിൽ ഉണ്ടാക്കുന്നത് ഇപ്പം കാണിച്ചു തരാം. 2-3 ടൈപ്പിൽ ചെയ്യാൻ പറ്റും. അത് ഞാൻ ജസ്റ്റ് പറയാം. എന്താണെന്ന് വെച്ചാൽ 3 ടൈപ്പും കൂടി കാണിക്കുമ്പോൾ വീഡിയോയുടെ ലെങ്ത്ത് ഒരുപാടാവും. അപ്പോൾ ഇപ്പോൾ പണ്ടത്തെ പോലെയല്ല, ആൾക്കാർ വീഡിയോസ് അങ്ങനെ കാണുന്നില്ല, എല്ലാവർക്കും സ്കിപ്പ് ചെയ്ത് പോകാനാണ് ഇൻട്രസ്റ്റ്. അപ്പോൾ ഒരുപാട് നീളം കൂട്ടണ്ടെന്ന് വെച്ച് ബാക്കിയുള്ള 2 ടൈപ്പ് ഞാൻ പറയുകയും ഒരു ടൈപ്പ് ഉണ്ടാക്കി കാണിക്കുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഉള്ളിത്തോലിൽ എന്തൊക്കെയാണ് ഉള്ളതെന്ന് വെച്ചാൽ അതിൽ മഗ്നീഷ്യം ഉണ്ട്, പൊട്ടാസ്യം ഉണ്ട്, കാൽസ്യം ഉണ്ട്, അയൺ ഉണ്ട്. ഇത്രയും കാര്യങ്ങൾ ഉള്ളിത്തോലിലുണ്ട്. അപ്പോൾ പൂക്കളിടണമെങ്കിൽ നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് പൊട്ടാസ്യമാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു തണുപ്പ് കാലത്ത് എന്തായാലും നല്ല രീതിയിൽ പൂ വരും. പക്ഷെ ചില ആൾക്കാർ വേണ്ടത്ര പ്രോട്ടീൻസ് ഒന്നും ഈ പ്ലാന്റ്സിനും നമ്മുടെ ആളുകളെ പോലെ തന്നെയാണ്, കുറച്ച് വൈറ്റമിൻസ് ഒക്കെ വേണം. അപ്പോൾ അതില്ലാത്ത കാരണം ഇങ്ങനെ മുരടിച്ചൊക്കെ നിൽക്കും. അപ്പോൾ ഈ ഒരു ഫെർട്ടിലൈസർ ആർക്കും ചെയ്തു നോക്കാം. അതുകൊണ്ട് തന്നെയാണ് ഞാനിത് കാണിച്ചു തരുന്നത്. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഒന്നെങ്കിൽ നിങ്ങൾ ഉള്ളി പൊളിക്കുന്ന സമയത്ത് വലിയ ഉള്ളിയും ചെറിയ ഉള്ളിയും സ്റ്റോക്ക് ചെയ്യുക. നിങ്ങളിങ്ങനെ എടുത്ത് ഒന്നായിട്ട് സ്റ്റോക്ക് ചെയ്ത് ഇങ്ങനെ കളക്ട് ചെയ്ത് വെക്കുക. അതല്ലെങ്കിൽ നിങ്ങൾ കുറച്ച് ഒരു 10 ഉള്ളിയൊക്കെ എടുത്ത് ഒന്നായിട്ട് പൊളിച്ച് വെച്ചിട്ട് ഫ്രിഡ്ജിൽ ഉള്ളി കണ്ടെയ്നറിൽ എടുത്ത് വെച്ചാൽ മതി. പിന്നെ അങ്ങനെയാണെങ്കിലും നിങ്ങളൊരു 10-15 ഉള്ളിയുടെ എങ്കിലും വേണം. അപ്പോൾ എന്താ വെച്ചാൽ കുറച്ച് അധികം ഫെർട്ടിലൈസറാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അത് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ഒരു 6 മാസം വരെ അത് കേട് വരത്തില്ല. അപ്പോൾ നമുക്ക് അത് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. ആദ്യം തന്നെ നിങ്ങൾ ഈ ഉള്ളിത്തോല് എടുത്തിട്ട് നിങ്ങൾക്ക് ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം പറഞ്ഞുതരാം. അതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഈ ഉള്ളിത്തോല് ഫുള്ള് എടുത്ത് വെച്ചത് വെയിലത്ത് വെച്ച് നന്നായിട്ട് ഉണക്കുക. ഒരു 1 ഡേ അല്ലെങ്കിൽ 2 ഡേയ്സ് ഉണക്കേണ്ട കാര്യമേ വരുന്നുള്ളൂ കേട്ടോ. എന്നിട്ടത് മിക്സിയിൽ വെച്ചിട്ട് പൊടിക്കുക. എന്നിട്ട് ആ പൊടി എന്ന് വെച്ചാൽ ലിക്വിഡ് ഫെർട്ടിലൈസർ അല്ലാതെ പൊടിയായിട്ടുള്ള ഫെർട്ടിലൈസറായിട്ട് നമുക്ക് ചെയ്യാം. എന്നിട്ട് ആ പൊടി ഒരു ചെടിക്ക് 1/2 സ്പൂൺ വെച്ചിട്ട് തണ്ടിന്ന് കുറച്ച് അകത്തിയിട്ട് ഇട്ട് കൊടുക്കുക. ആഴ്ചയിൽ ഒരു തവണ വെച്ച് അങ്ങനെ ഈ ഓനിയൻ പീലിൻ്റെ പൊടി പൗഡർ മിക്സിയിൽ വെച്ച് നല്ല രീതിയിൽ പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മണ്ണൊന്നിങ്ങനെ ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പം തന്നെ അത് ഒരു 2 ആഴ്ച കൊണ്ട് തന്നെ അതിൻ്റെ മാറ്റം നിങ്ങൾക്ക് കാണാം. രണ്ടാമതായിട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ ഒരു 5-10 ഉള്ളി എടുത്തോളൂ. ഇനി നിങ്ങളുടെ കയ്യിൽ എത്രയാണോ ഉള്ളത് അതനുസരിച്ച് ചെയ്യൂ കേട്ടോ. അത് ഒരു പാത്രത്തിലേക്ക് വെച്ചിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് തിളപ്പിക്കാം. ഗ്യാസിലോ കറണ്ടിൻ്റെ അടുപ്പിലോ എങ്ങനെയാണെന്ന് വെച്ചാൽ വെച്ചിട്ട് നന്നായിട്ട് തിളപ്പിക്കാം. ഒരു 10-15 മിനിറ്റ് തിളപ്പിക്കണം കേട്ടോ. എന്നിട്ട് അപ്പോൾ തന്നെ ഉള്ളിയുടെ വെള്ളത്തിൻ്റെ കളറൊക്കെ കുറച്ചൊരു പിങ്ക് റെഡ് കളർ പോലെ, എന്ന് വെച്ചാൽ ഡാർക്ക് പിങ്ക് അല്ല എന്നാൽ റെഡും അല്ലാത്ത പോലത്തെ ഒരു കളറിലേക്ക്, ഒരു യെല്ലോ ഓറഞ്ച് അങ്ങനത്തെ ഒരു കളറിലേക്ക് വരും കേട്ടോ ആ വാട്ടർ. അത് നിങ്ങൾ ഡയറക്റ്റ് ഒഴിക്കരുത്, അത് ഒരു അരിക്കുക.
ആ വെള്ളം മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. എന്നിട്ട് നിങ്ങൾക്ക് എത്രയാണോ വെള്ളം ഉള്ളത് അതിൻ്റെ 5 ഇരട്ടി വെള്ളം ഒഴിച്ചിട്ട് ചെടികൾക്കൊക്കെ ഒഴിച്ചു കൊടുക്കുക. അത് അന്ന് തന്നെ ഒഴിക്കുക കേട്ടോ. നമുക്ക് ഇതൊക്കെ 1-2 ദിവസത്തേക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. നമുക്ക് അപ്പം തന്നെ ഉണ്ടാക്കുക, ഒഴിക്കുക, അങ്ങനെ ചെയ്താൽ മതി കേട്ടോ. പിന്നെ ചെയ്യുന്ന കാര്യം ഞാൻ കാണിച്ചു തരാം. ഇതാണ് കുറച്ച് കാലം നമുക്ക് അവിടെ വെക്കുകയും ചെയ്യാം. നല്ലൊരു കുറച്ചും കൂടി നല്ല എഫക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ഫെർട്ടിലൈസർ ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ ഈ കാണിക്കുന്ന മെത്തേഡാണ്. അത് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് ഉള്ളിത്തോലെടുത്ത് അവിടെ വെക്കുക. എന്നിട്ട് അത് ഉണക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്നിട്ട് നിങ്ങളൊരു പാത്രത്തിലേക്ക് ഇടുക. എന്നിട്ട് അതിൽ കുറച്ചധികം വെള്ളം എന്ന് വെച്ചാൽ ഒരു പാത്രത്തിലേക്ക് ഉള്ളി ഇട്ട് കഴിഞ്ഞാൽ അതിൽ ഏകദേശം നിറയെ തന്നെ വെള്ളം ഒഴിച്ച് വയ്ക്കുക. നിങ്ങളുടെ ഉള്ളി എത്രയാണോ ഉള്ളത് പാത്രത്തിൻ്റെ അളവും ഉള്ളിയുടെ അളവും നോക്കിയിട്ട് വെള്ളം ഒഴിച്ച് വയ്ക്കുക. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കമ്പോസ്റ്റിൽ സ്ഥിരമായിട്ട് ഉള്ളി ഇടാറില്ലല്ലോ. കമ്പോസ്റ്റിൽ നമ്മൾ ഉള്ളി ഇടാറില്ല. അതെന്താണെന്ന് വെച്ചാൽ കമ്പോസ്റ്റിൽ ഉള്ളി ഇട്ട് കഴിഞ്ഞാൽ അതിലെ മാംസം ഒന്നും നല്ല രീതിയിൽ പ്രവർത്തിക്കാത്തതുകൊണ്ട് ഉള്ളി മാത്രം വെച്ച് തന്നെ നമുക്ക് നല്ലൊരു ഫെർട്ടിലൈസർ ഉണ്ടാക്കാം. അത് ആ ഒരു മെത്തേഡാണ് ഞാൻ ഇതിൽ ഇപ്പോൾ കാണിച്ചു തരുന്നത് കേട്ടോ. നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഉള്ളി കംപ്ലീറ്റ് ആയിട്ട് എടുത്ത് ഒരു കുപ്പിയിലേക്ക് ഇടുക. എന്നിട്ട് നന്നായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഏകദേശം ഉള്ളിയുടെ മുകളിൽ വെള്ളം നിൽക്കുന്ന പോലെ വെള്ളം വെക്കണം. എന്നിട്ട് നമ്മൾ എല്ലാ ദിവസവും ഇതിൽ ഒരു വായു ഉണ്ടാവും. അതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും ഇതിൻ്റെ അടപ്പൊന്ന് തുറന്നിട്ട് അടച്ചെന്നെ വെക്കണം. എല്ലാ ദിവസവും നിങ്ങൾ അത് ചെയ്യണം. പിന്നെ എല്ലാ ദിവസവും ഇങ്ങനെ ഒന്ന് കുപ്പി കുലുക്കും ചെയ്യുന്നത് നല്ല കേട്ടോ. നമ്മൾ അടപ്പ് തുറന്ന് ഒന്ന് അടപ്പ് ടൈറ്റാക്കി വെച്ചിട്ട് കുപ്പി നന്നായിട്ടൊന്ന് കുലുക്കി കൊടുക്കുക. അങ്ങനെ ഒരു 6-7 ദിവസം നമ്മളത് തുടരുക. അപ്പം ചെറിയൊരു സ്മെല്ല്, പക്ഷെ ബാക്കി ഫെർട്ടിലൈസറിനെ അപേക്ഷിച്ച് ഉള്ളിയുടെ സ്മെല്ല് കുറച്ച് കമ്മിയായിട്ടാട്ടെ എനിക്ക് തോന്നി. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഫെർട്ടിലൈസർ കൂടുതലായിട്ട് ഉണ്ടാക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഈ സ്മെല്ലുകൾ, ഈ പുളിച്ച മണത്തിൻ്റെ സ്മെല്ലൊക്കെ എനിക്ക് കുറച്ച് പ്രശ്നമാണ്. പക്ഷേ ചെടികൾ വളരുകയും ചെയ്യണമല്ലോ. അപ്പം ഞാൻ എപ്പോഴും ഈ ഉള്ളിയുടെ ഫെർട്ടിലൈസറാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ കുപ്പിയിൽ വെച്ച് നന്നായിട്ട് ഒരു 6-7 ദിവസം അങ്ങനെ തന്നെ ഇരിക്കട്ടെ. അപ്പോൾ ആ ഉള്ളിയൊക്കെ കുറച്ചൊന്ന് ഇങ്ങനെ എന്തായാലും ചത്ത പോലെ അങ്ങനെ ചെറുതാവും, ഇങ്ങനെ ഒന്ന് ഉടഞ്ഞ് ഇങ്ങനെ ആവും. അങ്ങനെ കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്ക് ഇത് നല്ലൊരു ഫെർട്ടിലൈസറായിട്ട് മാറിയിട്ടുണ്ടാവും. എന്നിട്ട് നമ്മൾ നന്നായിട്ട് അരിച്ചിട്ട് ഇതും 5 ഇരട്ടി വെള്ളം ഒഴിക്കണം കേട്ടോ. എന്നിട്ട് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് പൂവുണ്ടാവും. ഈ ഫെർട്ടിലൈസറാണ് ഏറ്റവും എഫക്റ്റീവ് ഫെർട്ടിലൈസർ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ഇതിൽ പൊട്ടാസ്യം, കാൽസ്യം, മാഗ്നീഷ്യം, അയണിനും ഒക്കെ ഉണ്ട്. പ്ലാന്റ്സിന് ഇതൊക്കെ ആവശ്യമാണ്. അപ്പോൾ ഇത് നല്ല രീതിയിൽ തന്നെ പൂക്കളുണ്ടാവും. ഒരു മാസം കൊണ്ട് ഈ ഫെർട്ടിലൈസർ നിങ്ങൾ ഉണ്ടാക്കിയാൽ അതിൻ്റെ മാറ്റം വരും. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ 2 മെത്തേഡ്, അതും വളരെ എഫക്റ്റീവ് തന്നെയാണ്. പക്ഷെ അതിനേക്കാളും ഏറ്റവും എഫക്റ്റീവ്, കാരണം ഇത് നമ്മൾ അവിടെ സ്റ്റോർ ചെയ്തിട്ടൊന്ന് അത് പുളിപ്പിച്ച് അതിലൊരു പ്രവർത്തനം നടക്കുന്നുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ മറ്റ് 2 എണ്ണത്തിനെ അപേക്ഷിച്ച് ഇത് കുറച്ചുകൂടി എഫക്റ്റീവായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ലിക്വിഡ് ഫെർട്ടിലൈസർ ആയിട്ട് ഇത് യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലതെന്ന്. പിന്നെ ഞാൻ കണ്ടിട്ടുണ്ട് ചില ആൾക്കാർ ചില വീട്ടിലൊക്കെ ചെല്ലുമ്പോൾ ഡയറക്റ്റ് ഉള്ളിയുടെ തോലൊക്കെ ഈ പ്ലാന്റ്സിൻ്റെ ചോട്ടിലേക്ക് അങ്ങ് ഇട്ട് കളയുന്നത്. അങ്ങനെ നിങ്ങൾ ദയവ് ചെയ്ത് ഒരിക്കലും ചെയ്യരുത് കേട്ടോ. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ അതിൻ്റെ ചോട്ട് കിടന്ന് അതിങ്ങനെ പ്രവർത്തനം നടന്ന് വേരിനും പ്ലാന്റ്സിൻ്റെ തണ്ടിനും ഒക്കെ ഇൻഫെക്ഷൻ കുടുങ്ങി ആ പ്ലാന്റ് ചിലപ്പോൾ നശിച്ചു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ദയവ് ചെയ്ത് നിങ്ങൾ അങ്ങനെ ചെയ്യരുത് കേട്ടോ. അപ്പോൾ നല്ലൊരു ഫെർട്ടിലൈസറാണ് ഉള്ളിയുടെ ഫെർട്ടിലൈസർ. ആർക്കും ചെയ്തു നോക്കാൻ പറ്റുന്ന, ഒരു കുട്ടിക്ക് പോലും ചെയ്തു നോക്കാൻ പറ്റുന്ന നല്ലൊരു ഫെർട്ടിലൈസറാണ് ഇത്. അപ്പം നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യുമല്ലോ അല്ലേ. പിന്നെ ഇത് കൊടുക്കേണ്ട എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു 15 ദിവസം കൂടുമ്പോൾ ഓരോ വട്ടമായിട്ട്, എന്ന് വെച്ചാൽ ഒരു മാസത്തിൽ 2 വട്ടം ഈ ഫെർട്ടിലൈസർ കൊടുക്കുക. പിന്നെ എല്ലാ ചെടികൾക്കും, പൂവിടുന്നോ അല്ലാത്ത ചെടികൾക്കും ഇത് കൊടുക്കുക. പൂവിടുന്നതിന് ആണ് ഞാൻ പറഞ്ഞ പൊട്ടാസ്യം ആണ് ഈ പൂവിടുന്നതിന് കാരണം. അപ്പോൾ ആ പൊട്ടാസ്യം വേണ്ട ചെടികൾക്ക് നിങ്ങൾ ഇത് കൂടുതലായിട്ട് കൊടുക്കുകയാണെങ്കിൽ, എന്ന് വെച്ചാൽ 15 ദിവസം കൂടുമ്പോൾ കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ പൂവിട്ട് കൊണ്ടുവരാം കേട്ടോ. പിന്നെ ഇത് സ്പ്രേ ചെയ്യുന്നതും വളരെ നല്ലതാണ്. ഒന്ന് സ്പ്രേ ചെയ്താലും നല്ലതാണ്. അപ്പം ഞാൻ ഈ ഫെർട്ടിലൈസർ ഉണ്ടാക്കുമ്പോൾ ഉള്ളി മാത്രമല്ല, ഇവിടെ ഒരു പഴത്തിൻ്റെ തോലുണ്ടായിരുന്നു, അതും കൂടി ഇതിലേക്ക് കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. അതെന്താ കാര്യം എന്ന് വെച്ചാൽ അതും പൊട്ടാസ്യം തന്നെയുള്ള പഴത്തിൻ്റെ തോലും നല്ലൊരു ഫെർട്ടിലൈസറാണ്. അപ്പോൾ അത് മാത്രമായിട്ടും നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ.
അപ്പോൾ നമ്മളിങ്ങനെ ഒരു 6-7 ദിവസം വെക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ അത് ഒരു 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 ഫെർമെൻറ്റേഷൻ നടക്കുന്നുണ്ട് അതിൽ. അതാണ് ഈ പ്ലാന്റ്സിന് എഫക്റ്റീവായിട്ട് മാറുന്നത് കേട്ടോ. അപ്പോൾ നല്ലൊരു ഫെർട്ടിലൈസറാണിത്. ഇത് സ്പ്രേ ആയിട്ട് ഉപയോഗിച്ചാൽ മെച്ചം എന്താ വെച്ചാൽ കീടങ്ങളിൽ നിന്ന് നമ്മളെ പ്ലാന്റ്സിനെ സംരക്ഷിക്കും. കാരണം ഉള്ളിയുടെ ഒരു സ്മെല്ലോ ഇതിൻ്റെ ഒരു പ്രവർത്തനം നടന്നതിൻ്റെ ഒരു ഇതൊക്കെ ആ സ്പ്രേയിൽ ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ കീടങ്ങൾക്കൊക്കെ ഈ മണം പിടിക്കാത്തതുകൊണ്ട് ഓടി രക്ഷപ്പെടും. അതുകൊണ്ട് തന്നെ നിങ്ങളെന്തായാലും ഇത് ട്രൈ ചെയ്യുക. പിന്നെ നോക്കേണ്ട ഒരു കാര്യം, ഇതിങ്ങനെ ഉള്ളി, ഓറഞ്ച് തൊലിയൊക്കെ നമുക്ക് ചെയ്യാം, പഴത്തൊലിയൊക്കെ നമുക്ക് ഇങ്ങനെ ചെയ്യാം. പക്ഷെ എന്തായാലും എല്ലാത്തിലും ഒരു പ്രവർത്തനം നടക്കുമ്പോൾ ഒരു ഗ്യാസിൻ്റെ ഒരു പ്രശ്നം വരും. അതുകൊണ്ടാണ് മൂടി തുറന്ന് എല്ലാ ദിവസവും ഒന്ന് കൊടുക്കണം എന്ന് പറഞ്ഞാൽ മൂടി തുറന്ന് അടച്ചു വയ്ക്കുക. എന്തായാലും ഓറഞ്ചിൻ്റെ തൊലിയൊക്കെ നിങ്ങൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ചിലപ്പം മൂടി പൊട്ടിത്തെറിക്കാൻ വരെ സാധ്യതയുണ്ട്. അപ്പോൾ ഒന്ന് തുറന്ന് ഡെയിലി ഒന്ന് കുലുക്കി കൊടുക്കുന്ന കാര്യം നോക്കുക. പിന്നെ ഇത് ഉണ്ടാക്കിയിട്ട് നല്ല തണലുള്ള ഒരു സ്ഥലത്ത് വെക്കുക. വെയിലത്ത് വെക്കരുത് കേട്ടോ. വെയിലത്ത് വെച്ച് കഴിഞ്ഞാൽ ഇതിന് 100% എഫക്റ്റ് കിട്ടാതെ ഇപ്പോൾ കേട്ടോ. അപ്പോൾ നന്നായിട്ട് അരിച്ചെടുത്ത് ആ വാട്ടർ മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. അത് നല്ല രീതിയിൽ അതിൻ്റെ 1:3 അല്ലെങ്കിൽ ഒരു ഇപ്പോൾ 2 ലിറ്റർ ആണെങ്കിൽ അത് 5 ലിറ്ററാക്കി മാറ്റുക. എന്തായാലും ഡയറക്റ്റ് ഒഴിക്കാതിരിക്കുക. ഡയറക്റ്റ് ഒഴിച്ചു കഴിഞ്ഞാൽ കരിഞ്ഞു പോവും. അപ്പോൾ നല്ലൊരു ഫെർട്ടിലൈസറാണ്, നല്ല ഉപകാരമാണ് നമുക്ക്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഈ ഫെർട്ടിലൈസർ മഴക്കാലത്ത് ഒട്ടും യൂസ് അല്ല കേട്ടോ. മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇത് എഫക്റ്റ് ചെയ്യാറില്ല. ആ സമയത്ത് മാത്രം ഇൻഡോർ പ്ലാന്റ്സിന് ഈ ഫെർട്ടിലൈസർ കൊടുക്കുക. പിന്നെ നിങ്ങൾ ഈ ഫെർട്ടിലൈസർ ഒഴിക്കുന്നത് വൈകുന്നേരം 6 മണിക്ക് ശേഷം കൊടുക്കുന്നതാണ് പ്ലാന്റ്സിന് ഏറ്റവും നല്ലത് കേട്ടോ. പിന്നെ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ടിപ്സ് ഇട്ടിട്ടുണ്ടായിരുന്നു, കിച്ചൺ ടിപ്സ്. അപ്പോൾ അത് ഭയങ്കര ഹെൽപ്പായി. താങ്ക് യു ചേച്ചി, ഇനിയും പറഞ്ഞു തരണം എന്നൊക്കെ പറഞ്ഞ് കമൻ്റ് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ 2-3 കിച്ചൺ ടിപ്സ് കൂടി പറഞ്ഞു തന്നിട്ട് നമുക്ക് വീഡിയോ അവസാനിപ്പിക്കാം. പച്ചമുളക് കുറച്ച് അധികം കിട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അത് പെട്ടെന്ന് റെഡ് കളറായി പോകാറില്ലേ. അത് ഞാൻ കളഞ്ഞിട്ട് ഒരു കണ്ടെയ്നറിൽ ഇട്ട് വെച്ചാൽ കുറേ കാലത്തേക്ക് അത് കേടാവാതിരിക്കും കേട്ടോ. പച്ചമുളകൊക്കെ ഇനി അങ്ങനെ ചെയ്താൽ മതി കേട്ടോ. പിന്നെ നമ്മൾ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മളെ ഇഡ്ഡലിക്ക് സോഫ്റ്റ് ഇല്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇനി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ കുറച്ച് ഐസ് വാട്ടർ ഒഴിച്ചിട്ട് മിക്സിയിൽ അടിച്ചിട്ട് മാവ് വെച്ച് കഴിഞ്ഞാൽ പിറ്റേന്ന് നല്ല സോഫ്റ്റ് ആയിരിക്കും കേട്ടോ. ഇഡ്ഡലിക്ക് നല്ല ടേസ്റ്റും ആയിരിക്കും. അതേപോലെ നമ്മുടെ ഉപ്മാവ് അത്ര നന്നായിട്ട് വന്നില്ല എന്ന് വെക്കുകയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് കുറച്ച് പാല്, നമ്മൾ ഈ വെള്ളം തിളപ്പിക്കൂലേ, എന്നിട്ടല്ലേ നമ്മൾ റവ ഇടുന്നത്. അപ്പോൾ കുറച്ച് പാൽ അതിലൊഴിച്ചിട്ട് ഉപ്മാവ് ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അതല്ലെങ്കിൽ ഇറക്കാൻ നേരത്ത് കുറച്ച് നെയ്യ് തൂവിയിട്ട് എടുത്തു കഴിഞ്ഞാൽ ഉപ്മാവ് നല്ല രുചിയായിരിക്കും കേട്ടോ. പിന്നെ ഉണക്കമീൻ ഉപയോഗിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഭയങ്കര ഉപ്പ്, എന്തൊരു ഉപ്പാണ് ഇതിനെന്ന് തോന്നാറില്ലേ. അത് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ കഴുകാൻ വേണ്ടി കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെക്കില്ലേ, അപ്പോൾ അതിലേക്ക് കുറച്ച് ന്യൂസ് പേപ്പർ കട്ട് ചെയ്തിട്ടാൽ മതി കേട്ടോ. അപ്പോൾ ആ ഉപ്പൊക്കെ ന്യൂസ് പേപ്പർ അങ്ങ് എടുത്തിട്ട് നമ്മളെ ഉണക്കമീൻ നല്ല ഉപ്പ് കുറവായിട്ട് നല്ല രസമായിട്ട് കിട്ടും കേട്ടോ. അപ്പം ഈ ടിപ്സൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? അപ്പം നിങ്ങളിതൊക്കെ ട്രൈ ചെയ്യട്ടോ. പിന്നെ നമ്മൾ ചിലപ്പോൾ ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പപ്പായൊക്കെ ആണെങ്കിൽ പിറ്റേന്ന് അതിലൊക്കെ ഒരു പൂപ്പൽ പോലെ എന്തൊരു വൃത്തിയില്ലാത്ത പോലെ വരില്ലേ. അപ്പോൾ അത് വരാതിരിക്കണമെങ്കിൽ നമ്മുടെ ചെറുനാരങ്ങയില്ലേ, ഒന്ന് അത് കട്ട് ചെയ്ത ഭാഗത്തോട്ട് ഒന്ന് തേച്ച് കൊടുത്തിട്ട് അവിടെ വെച്ച് കഴിഞ്ഞാൽ പിറ്റേന്ന് പപ്പായ നല്ല ഫ്രഷ് ആയിരിക്കും കേട്ടോ. അപ്പം ഇതൊക്കെ അറിയാത്തവരാണെങ്കിൽ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാം ഭയങ്കര എഫക്റ്റീവ് ടിപ്പാട്ടോ. ഞാൻ ഉപയോഗിക്കുന്ന ടിപ്സാണ് എല്ലാം പറഞ്ഞു തന്നത്. അപ്പോൾ എനിക്ക് നന്നായിട്ട് വരാറുണ്ട്, എല്ലാവരും നല്ലത് പറയാറുണ്ട്. അപ്പം നിങ്ങൾക്ക് ഹെൽപ്പ് ആയിക്കോട്ടെ എന്ന് വെച്ച് ഞാൻ ഷെയർ ചെയ്താണ് കേട്ടോ. അപ്പോൾ ഞാൻ ഫെർട്ടിലൈസർ ഉണ്ടാക്കുന്നതിലും വെച്ച് എനിക്ക് ഏറ്റവും എഫക്റ്റീവായിട്ട് തോന്നിയ ഒരു ഫെർട്ടിലൈസർ ഇതാണ്. പിന്നെ എല്ലാ ഫെർട്ടിലൈസറിനും എന്തോ ഭയങ്കര ചീത്തമാണ്, എനിക്ക് ഈ മണങ്ങൾ ഭയങ്കര പ്രശ്നമാണ്. അപ്പോൾ എനിക്കിത് കുറച്ചും കൂടി, അതുകൊണ്ട് തന്നെ ഞാൻ കഞ്ഞിവെള്ളം നല്ലതാട്ടോ, പക്ഷെ ഞാൻ കഞ്ഞിവെള്ളം പോലും പുളിപ്പിക്കാതെ ഡയറക്റ്റൊക്കെ ചിലപ്പോൾ ഒഴിക്കുക. എനിക്ക് മടിയായിട്ട് ഈ മണത്തിൻ്റെ പ്രശ്നം കൊണ്ട്. അപ്പം ഞാൻ ഈ മണം മാത്രം, ഉള്ളിയുടെ മണം അത്ര വൃത്തികെട്ട മണമല്ല, അതുകൊണ്ട് ഞാൻ ഈ ഫെർട്ടിലൈസറാണ് ഏറ്റവും കൂടുതൽ ഒഴിക്കുന്നത്. അത് മാത്രമല്ല നിറയെ പൂക്കളും ഉണ്ടാവാൻ വളരെ എളുപ്പമാണ് ഈ ഫെർട്ടിലൈസർ ഒഴിച്ചു കഴിഞ്ഞാൽ. അപ്പോൾ എനിക്കത് ഭയങ്കര എഫക്റ്റീവായിട്ട് തോന്നിയിട്ടുണ്ട്. വലിയ സ്മെല്ലും ഒന്നുമില്ല. അപ്പോൾ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. ഉള്ളി വാങ്ങാത്തൊരു വീട് പോലും ഉണ്ടാവത്തില്ലല്ലോ. അപ്പോൾ ട്രൈ ചെയ്ത് എഫക്റ്റീവ് ആയിരിക്കുന്ന ഉറപ്പാണ് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമല്ലോ അല്ലേ, നേരത്തെ സബ്സ്ക്രൈബ് ചെയ്തല്ലോ അല്ലേ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വരാം. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ടോപ്പിക്കിനെ പറ്റി അറിയണമെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. ഒന്നെങ്കിൽ ഞാൻ അതിൻ്റെ റിപ്ലൈ ഇടാം, അതല്ലെങ്കിൽ അതിൻ്റെ തന്നെ കാര്യം പറഞ്ഞ് ഞാൻ ഒരു വീഡിയോ തന്നെ ചെയ്യാം കേട്ടോ. അപ്പം പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരാം. ബൈ ബൈ.